നമസ്കാരം. തിരുവനന്തപുരം മൃഗശാലയിൽ സംഭവിച്ച ഒരു കാര്യം, അതിൽ നിന്നും ഇൻസ്പയർഡായി ജയ് കെ സംവിധാനം ചെയ്യുന്ന സിനിമ. സംഭവം എന്നത് മൃഗശാലയിലെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് ഒരു യുവാവ് മദ്യപിച്ച ശേഷം എടുത്തു ചാടുന്നു. അങ്ങനെ ഒരു സംഭവം വെച്ച് ഒരു സിനിമ വരുമ്പോൾ കോമഡിയൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട് എന്നത് വസ്തുതയാണ്. അപ്പോഴും എഴുത്തുകാരനും സംവിധായകനും നേരിടുന്ന പ്രതിസന്ധികളിൽ പ്രധാനപ്പെട്ടത് 2 മണിക്കൂറിലേക്ക് ഈ സംഭവത്തെ കൊണ്ടുവരിക എന്നതിലാണ്. യഥാർത്ഥത്തിൽ ചാടിയ ആളെ രക്ഷിക്കാൻ 2 മണിക്കൂർ കൂടുതൽ സമയമെടുത്തോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് സിനിമയുടെ ലാംഗ്വേജിലേക്ക് ഈ ഐഡിയ നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നതിലാണ് മിടുക്ക്. ആ മിടുക്ക് നഷ്ടപ്പെട്ട, ഗർജനമില്ലാതെ പോയ ഒരു സിനിമയായിട്ടാണ് ഗർ എനിക്ക് ഫീൽ ചെയ്തത്. കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന റെജിമോനാണ് ഈ സിനിമയിലെ നായക കഥാപാത്രം. ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം സിംഹക്കൂട്ടിലേക്ക് ചാടുന്നു. തീർച്ചയായും അയാളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതിൽ അദ്ദേഹത്തിൻ്റെ കാരണങ്ങളുണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം നർമ്മത്തിൽ പൊതിഞ്ഞാണ് കഥ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കഥാപാത്രവും ഈ സിനിമയിൽ പ്രാധാന്യത്തോടെ വരുന്നുണ്ട്. സിനിമയിൽ കുറച്ചെങ്കിലും ചിരി സമ്മാനിക്കാൻ പറ്റുന്നത് സുരാജിന് മാത്രമാണ്. കുഞ്ചാക്കോ ബോബൻ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ റെജിമോൻ എന്ന കഥാപാത്രത്തെ കൊണ്ടുവരുന്നു. ഒരു വ്യത്യസ്തമായ കഥാപാത്രം അല്ലെങ്കിൽ പ്രകടനം എന്ന നിലയിൽ പോലും എവിടെയും ഫീൽ ചെയ്യാത്ത അവസ്ഥയായിരുന്നു. കോമഡി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ട് എങ്കിലും ആ ഒരു മീറ്റർ സെറ്റായില്ല എന്നും തോന്നി. നേരത്തെ സൂചിപ്പിച്ച പോലെ സുരാജ് ഒരാശ്വാസമാകുന്നുണ്ട് ഇടയ്ക്കെങ്കിലും എന്ന് മാത്രം. സുരാജിൻ്റെ ആഘോഷിക്കപ്പെടുന്ന കോമഡി വേഷങ്ങൾ ഏറെയുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കഥാപാത്രം പിന്നെ ഒരു കാലത്ത് ഓർമ്മയിൽ പോലും വരാൻ സാധ്യതയുമില്ല. ചില ഡയലോഗ്സ്, എക്സ്പ്രഷൻസ് ഒക്കെ ആശ്വാസമാണ് എന്ന് മാത്രം. സുധീർ രാമേന്ദ്രൻ തൻ്റെ റോള് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡയലോഗ് ഡെലിവറി, കോമഡി ടൈമിംഗ് ഒക്കെ കൊള്ളാമായിരുന്നു. അനഘയ്ക്ക് സിനിമയിൽ കാര്യമായി എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് തോന്നിയതേയില്ല. മഞ്ജു പിള്ള, രാജേഷ് മാധവൻ, അലൻസിയർ, സെന്തിൽ കൃഷ്ണ, സിബി കെ തോമസ് തുടങ്ങിയവരൊക്കെയാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. അലൻസിയറിന്റെ കഥാപാത്രത്തെ നോക്കിയാൽ ഒരു കാർട്ടൂൺ സ്വഭാവം കൊണ്ടുവരാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു ആ കഥാപാത്രത്തെ അങ്ങനെ ട്രീറ്റ് ചെയ്തത്. പക്ഷേ എഫക്റ്റീവായി വന്നില്ല എന്നതുകൊണ്ട് കോമഡി വർക്കായതുമില്ല. രാജേഷ് മാധവൻ അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിൽ തന്നെ റോൾ ചെയ്തു. പശ്ചാത്തലം പറഞ്ഞാൽ തമാശയൊക്കെ കൊണ്ടുവരാനുള്ള സാഹചര്യമുണ്ട്. 2 മണിക്കൂർ നീണ്ട കാഴ്ചയാകുമ്പോഴേക്കും അതിൽ സബ് പ്ലോട്ടുകളും കാര്യങ്ങളുമൊക്കെ വരികയും ചെയ്യും. ഗറിൽ സബ് പ്ലോട്ടുകളൊന്നും കാര്യമായി കോർ ഐഡിയയ്ക്ക് ബലമായി നിൽക്കുന്നില്ല. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നു, ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായി ചിരി സമ്മാനിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, കഥ മൊത്തത്തിൽ വളരെ വീക്കാവുന്ന സാഹചര്യം കൂടെയായിരുന്നു. സിംഹത്തിൻ്റെ കൂട്ടിലുള്ള സംഭവങ്ങളൊക്കെ രസമായി വരും എന്ന പ്രതീക്ഷയിലാണ് തിയേറ്ററിൽ കയറിയതെങ്കിലും അവിടെയും കാര്യമായൊരു ഇമ്പാക്റ്റ് സമ്മാനിക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ല. ടെക്നിക്കൽ സൈഡിലും മികച്ചൊരു ഔട്ട്പുട്ട് നൽകാൻ സാധിച്ചു എന്ന് അനുഭവപ്പെട്ടില്ല. ഓവറോൾ സിനിമയുടെ പേരിൽ ഗർജനമുണ്ട് എന്നല്ലാതെ സ്ക്രീനിലെ കാഴ്ചകൾക്ക് കാര്യമായി ഒന്നും സമ്മാനിക്കാൻ സാധിച്ചിട്ടില്ല. തീർത്തും നിരാശപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ച് ഗർ എന്ന സിനിമ. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നിരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.